അങ്ങനെ ഇന്ന് ആനിവേഴ്സറിയാണ്. അതാ നിന്റെ വിഷമം. ഈ ആനിവേഴ്സറിക്ക് എങ്ങും പോകാൻ പറ്റിയില്ല. അടുത്ത ആനിവേഴ്സറിക്കെങ്കിലും ഒരു ബാലിക്കോ ജപ്പാനിലോ ഒരു ഗോവയ്ക്കെങ്കിലും പറ്റുമോ അറിയില്ല. എനിവേ ഇപ്പോഴത്തെ എൻ്റെ പരിപാടി എന്ന് വെച്ചാൽ ഫോർ ദ ആനിവേഴ്സറി കുറച്ച് തട്ടിക്കൂട്ട് റെസിപ്പീസൊക്കെ തയ്യാറാക്കുക എന്നുള്ളതാണ്. അപ്പോൾ വെൽക്കം ടു മൈ കിച്ചൺ. പെപ്പ ഹാർട്ട് എന്ന് പറയുന്ന ചാനലിൽ കണ്ട ഒരു സേമിയ കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാൻ ഉണ്ടാക്കാൻ നോക്കുന്നത്. എന്താവും അറിയില്ല. അപ്പോൾ ആദ്യം തന്നെ നെയ്യ് ഒഴിക്കുക. പിന്നെ ഈ കരിഞ്ഞ കുക്കറിൻ്റെ കരിപുരണ്ട കഥകൾ പറയുവാണെങ്കിൽ അത് കഴിഞ്ഞ് നട്ട്സ് ഇടുക. പിന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ, ഇത് ഒറിജിനൽ റെസിപ്പിയായിട്ട് വലിയ ബന്ധമൊന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഇതൊരു തട്ടുകൂട്ട് റെസിപ്പി അഥവാ ഇൻസ്പയർഡ് റെസിപ്പി എന്ന് വേണമെങ്കിൽ പറയാം. ഏലക്കയൊക്കെ പൊടിച്ച് ചേർക്കണമെന്നായിരുന്നു, പക്ഷേ എനിക്കിനി അതിനൊന്നും മെനക്കെടാൻ വയ്യ. പിന്നെ അതുപോലെ തന്നെ ഇതിൽ പാലാണ് ഒഴിക്കാൻ പറഞ്ഞത്. ഞാനിവിടെ പക്ഷേ തേങ്ങാപ്പാലാണ് എടുത്തത്, ലാക്ടോസ് ഇൻടോളറൻറ്റ്. അങ്ങനെ അത് വറ്റിച്ചെടുത്തിട്ട് നമുക്ക് ഇനി മുട്ട ചേർക്കാം. ഇവിടെ 5 മുട്ടയൊക്കെ ചേർക്കണമെന്നാണ് പറഞ്ഞത്, പക്ഷേ ഞാൻ 2 മുട്ട എടുത്തു. പഞ്ചസാരയൊക്കെ ചേർത്ത് അടിച്ചെടുത്ത് വീണ്ടും നെയ്യ് എടുത്തിട്ട് ഈ പറഞ്ഞ ഈ ഒരു സേമിയയുടെ മിശ്രിതവും ഈ ഒരു മുട്ടയുടെ മിശ്രിതവും എല്ലാം കൂടെ മിക്സ് ചെയ്ത് അടച്ചു വെച്ചൊരു 5-10 മിനിറ്റ് വിസിലിടാണ്ട് ലോ ഫ്ലെയിമിൽ വയ്ക്കാം. അത് കഴിഞ്ഞ് ഒണിയൻ പക്കോട അഥവാ ഉള്ളിവട. പിന്നെ ഇത്രയും ബേസിക്കായ ഒരു റെസിപ്പി ഈ ഒരു പ്രൊഫഷണൽ ഷെഫ് നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അല്ലേ. ഓൾസോ ഉള്ളിവട മാത്രമല്ല, ഈ ഒരു ഉരുളക്കിഴങ്ങ് ബജിയും ഞാനങ്ങ് സെറ്റാക്കി. ഇങ്ങനെ എല്ലാം ഒരുക്കി വെച്ചിട്ട് ആനിവേഴ്സറി ഗിഫ്റ്റുമായിട്ട് എൻ്റെ കെട്ടിയോൻ വരുന്നതും കാത്ത് പൂമുഖ വാതിൽക്കൽ നിൽക്കുന്ന ഞാൻ ഇങ്ങനെ കെട്ടിയോൻ വന്നു. ഗിഫ്റ്റോ ഒരു പുഷ്പം, അതും പ്ലാസ്റ്റിക് പുഷ്പം. ഇനിയും ഉണ്ടത്ര ഗിഫ്റ്റ്, ഈ കാൻഡീസ്. ക്യൂട്ട് അല്ലേ? സോ റൊമാൻറ്റിക്. ആൻഡ് നമ്മുടെ തട്ടിക്കൂട്ട റെസിപ്പി ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട്. ആൻഡ് ഇത് വേറൊന്നുമല്ല, എ പ്രൊഫഷണൽ ഷെഫ് ടച്ച് വിത്ത് എ റൊമാൻറ്റിക് ഹാർട്ട് സിഗ്നേച്ചർ. എന്താണത്? ആരും പേടിക്കണ്ട, എക്സ്പ്രഷൻ ഇടാൻ പറഞ്ഞപ്പോൾ ഓവറാക്കി ചളമാക്കിയതാണ് എന്നെ പോലെ. ഇത്രയും കുട്ടികൾ നമുക്കുണ്ടാകുന്നതാണ്. പിന്നെ ഞാനിത് വെറുതെ കളിയാക്കി പറഞ്ഞതാണെങ്കിൽ എനിക്കറിയാം ഈ ഒരു സിമ്പിൾ ഗിഫ്റ്റ്സ് ആൻഡ് മൊമെന്റ്സ് ആർ ഗോയിങ് ടു ബി ദ കോർ മെമ്മറി ഓഫ് അവർ ലൈഫ് ടുഗെദർ എന്ന്.